ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിക്കുമെന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ചർച്ചകൾ നടത്തി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം വളരെയധികം ഞെട്ടലോടുകൂടിയാണ് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും ടെലിഫോൺ സംഭാഷണം കേട്ടത്. അതായത് കുടിയേറ്റ നയമാണ് ഇതിൽ പ്രധാനമായിട്ടും ഇവർ ചർച്ച ചെയ്തത്. ഇന്ത്യയിൽ നിന്നുള്ള 17,000 കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ച് കയറ്റി അയക്കും എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ട്രംപ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഉള്ള കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് വന്നവരെ പല ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. 600 പേരെയാണ് ഒരാഴ്ചക്കകം തന്നെ ട്രംപ് കയറ്റി അയച്ചിരിക്കുന്നത്. പക്ഷേ ഇവരെ കയറ്റി അയക്കുന്ന വിധമാണ് ലോകരാജ്യങ്ങളെല്ലാം ചൊടിപ്പിക്കുന്നത്. അതായത് കുടിയേറ്റക്കാരെ ഭീകരവാദികളെ പോലെ കയ്യിൽ ചങ്ങലയിട്ട് കാലിൽ ചങ്ങലയിട്ടൊക്കെയാണ് അമേരിക്ക കൊണ്ടുപോയി ഇവരുടെ രാജ്യത്തേക്ക് ഇറക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാരുടെ കാര്യം വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ചോദിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിനോട്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത്തരത്തിലാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഞാൻ കുടിയേറ്റക്കാരുടെ വിഷയം ചർച്ച ചെയ്തു. ഉചിതമായ തീരുമാനം നരേന്ദ്രമോദി കാര്യത്തിൽ ചെയ്തുകൊള്ളും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെയുള്ള അമേരിക്കയിലേക്ക് കുടിയേറിയിരിക്കുന്ന ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം നരേന്ദ്രമോദി ചെയ്തുകൊള്ളും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്ത്യയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. ടെലിഫോൺ സംഭാഷണത്തിൻ്റെയാണ് പ്രസിഡന്റ് ഇത് പറഞ്ഞത്. ഞാൻ പ്രധാനമന്ത്രി മോദിയുമായി കുടിയേറ്റത്തെക്കുറിച്ച് ചർച്ച നടത്തി. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ ഇന്ത്യ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മോദി അറിയിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ജനുവരി 26 ബഗോട്ട വിമാനത്താവളത്തിൽ 2 US സൈനിക വിമാനങ്ങൾ ഇറങ്ങാൻ കൊളംബിയൻ സർക്കാർ അനുവദിച്ചില്ല. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി. പോലെ തന്നെ മെക്സിക്കോയിൽ അടക്കമുള്ള കുടിയേറ്റക്കാരെ കൊണ്ടുപോയ വിമാനങ്ങളും അമേരിക്കൻ വിമാനങ്ങളും മെക്സിക്കോ ഇറങ്ങാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 25% തീരുവയാണ് അതിനുശേഷം ട്രംപ് മെക്സിക്കോയ്ക്കും കൊളംബിയയ്ക്കും ചാർത്തി കൊടുത്തത്. ഇത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പോലും പോകുന്ന കാഴ്ചകൾ ഉണ്ടായി. മെക്സിക്കൻ അതിർത്തിയിൽ വലിയ രീതിയിൽ സംഘർഷം ഉടലെടുക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇത് മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞത് കുടിയേറ്റക്കാരെ അനധികൃതമായി കയറിയവരെ ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നുകൊള്ളാം, അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇന്ത്യക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഇന്ത്യ നമ്മുടെ നയമെന്ന് പറയുന്നത്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നയമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ പഠിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ ജോലി ചെയ്യുന്ന, നമ്മുടെ രാജ്യത്ത് തന്നെ ടാക്സ് കൊടുക്കുന്ന പൗരന്മാരായിട്ട് പല ആൾക്കാരും വളരണമെന്നാണ്. നമ്മുടെ നാട്ടിലുള്ള അതിബുദ്ധിമാന്മാരെല്ലാം തന്നെ അമേരിക്കയിലേക്കും UK യിലേക്കും ഒക്കെ കയറിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രധാനമായും ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് അമേരിക്ക. അവിടേക്ക് പോയി പണിയെടുക്കുന്ന അമേരിക്കക്കാരന് വേണ്ടി പണിയെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ 17,000 പേരെ തിരിച്ചു കൊണ്ടുവരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.